ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ജേനാസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കൂട്ടുകറിയുടെ റെസിപ്പി ആയിട്ടാണ്. സദ്യകളിൽ പ്രധാനമാണല്ലേ കൂട്ടുകറി. എല്ലാവരും വീടുകളിൽ കൂട്ടുകറി ഉണ്ടാക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ഞാൻ എങ്ങനെയാണ് കൂട്ടുകറി ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കിന്ന് സദ്യകളിലെല്ലാം കിട്ടുന്ന കൂട്ടുകറി എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ തന്നെ കടല വെള്ളത്തിലിട്ട് പൊതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മള് കടല ഒരു മിനിമം ഒരു 5-6 മണിക്കൂറെങ്കിലും പൊതിർക്കണം. പൊതിർത്തിട്ടില്ലെങ്കിൽ കുക്കറിൽ ഇട്ടിട്ട് വേവിക്കുമ്പോൾ വെന്ത് കിട്ടൂല. അതുകൊണ്ട് ഇന്നലെ തന്നെ ഞാൻ അതിനു വേണ്ടിയിട്ട് കടല, ചുവന്ന കടല കേട്ടാ, ഈ കടല വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിത് കുക്കറിലാണ് വേവിക്കുന്നത് കേട്ടാ. ആദ്യം തന്നെ കടല എന്ത് ചെയ്യാന്ന് വെച്ചാല് നമ്മൾ കുക്കർ എടുക്കുക, കുക്കറിലേക്ക് കടല കുതിർത്തത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ച് അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എന്തിട്ട് കൊടുക്കുക, കുരുമുളക് പൊടിയില്ലേ, കുറച്ച് കുരുമുളക് പൊടിയും ഇട്ടിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. ഉപ്പ് ഇട്ട് കൊടുക്കണ്ട. ഉപ്പ് ഈ കടല പോലത്തെ ഐറ്റംസിൽ ഉപ്പ് ഇട്ട് കൊടുത്താല് വെന്ത് കിട്ടും, പക്ഷെങ്കിൽ നല്ലൊരു വേവായിട്ട് എനിക്ക് കിട്ടുന്നത് പോലെ തോന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ 2 സാധനങ്ങൾ മാത്രം ഇട്ടിട്ട് കുക്കറിൽ ഒരു 4-5 വിസിൽ വേണ്ടി വരും കേട്ടോ, കടല വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാം. അപ്പൊ നമ്മൾ നേരത്തെ കൂട്ടുകറിക്ക് കടല വേവിക്കാൻ വെച്ചിനല്ലേ, ആ കടല ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിനി ഈ കടല വേറൊരു പാത്രത്തിലേക്ക് മാറ്റുവന്ന്. ഞാൻ ഈ പാത്രത്തിലാണ് കൂട്ടുകറി വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കടലയും വെള്ളവും എല്ലാം ഈ പാത്രത്തിലേക്ക് മാറ്റാം. നിങ്ങൾ ഈ കുക്കർ തന്നെ വേവിക്കുന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, ബാക്കിയുള്ള കഷ്ണങ്ങളെല്ലാം ഇട്ടിട്ട് നമുക്ക് ഈ കുക്കറിൽ തന്നെ വേവിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റൊരു വിസിൽ മതി. ഇങ്ങനെയാണെങ്കിൽ കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെയാണ് ഇവിടെ വെക്കുന്നത്. അപ്പൊ നമുക്കിനി അടുത്തത് ഈ വേവിച്ച കടലയിലേക്ക് നമ്മൾ ചെറിയ ചെറിയ കഷ്ണം ക്യൂബ് സൈസ് ആക്കി വെച്ച ചേന, പിന്നെ ഒരു പച്ചമുളക്, ഇത്രയും സാധനം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചേനക്ക് ചെറിയൊരു വേവ് ഉണ്ടാവും. അപ്പോൾ ആ വേവ് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്കിത് പച്ചക്കായ മീൻസ് നേന്ത്രക്കായ ചെറുതായിട്ട് ഇത് ഈ ഒരു സൈസിൽ നമ്മൾ മുറിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ വേണ്ടുന്നത് കുറച്ച് മുളക് പൊടി കേട്ടോ. കുറച്ച് ഇടണ്ടോ, മുളക് പൊടി വേണമെന്നില്ല. ശരിക്കും കുരുമുളകിന്റെയും പച്ചമുളകിന്റെയും എരിവും ഉണ്ടാവുമല്ലോ. അപ്പോൾ കുറച്ചൊരു കളറിന് വേണ്ടിയിട്ട് ഇത്തിരി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിനെ. നമ്മൾ നേരത്തെ കടല വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടല്ലല്ലോ വേവിച്ചത്. അപ്പൊ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് പച്ചക്കറികളൊന്ന് വേവിച്ചെടുക്കാം. നമുക്കിനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഞാനിത് ചേനയും കായും കടലയും കൂട്ടിയിട്ട് മിക്സ് അടുപ്പത്ത് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. പച്ചക്കറികളെല്ലാം നന്നായിട്ട് വെന്ത് വരട്ടെ കേട്ടോ. നമുക്ക് അടച്ചു വെച്ചിട്ട് ഇനി വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു അരപ്പ് തയ്യാറാക്കണം. അതെന്ന് വെച്ചാല് കുറച്ച് തേങ്ങയും ജീരകവും ഇട്ടിട്ട് മിക്സിയിൽ നിന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒറ്റയ്ക്ക് ക്രഷ് ചെയ്യ വേണ്ടും, നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണ്ട. അപ്പോൾ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഈ ഇത് കഷ്ണങ്ങളെല്ലാം വെന്തതിന് ശേഷം ആ അരപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കത് അരച്ചെടുക്കാം. ഞാനിവിടെ തേങ്ങയും ജീരകവും കൂടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി മിക്സിന്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നുവെച്ചാൽ ചമ്മന്തിക്ക് നമ്മൾ ഒന്ന് ഒതുക്കി എടുക്കുന്നില്ലേ, ചമ്മന്തി പോലെ അരക്കുകയും വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അത്ര മാത്രമേ വേണ്ടൂ. അതിനുശേഷം കഷ്ണങ്ങൾ വന്നതിന് ശേഷം നമുക്ക് ഇത് ഈ അരച്ച തേങ്ങേന്റെയും ജീരകത്തിന്റെയും മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. സദ്യകളിലെല്ലാം ഏറ്റവും നല്ല സൂപ്പർ കറി എന്നിട്ടാ ഇത്. നമ്മൾ കണ്ണൂരെല്ലാം കല്യാണത്തിനെല്ലാം സദ്യയിൽ ഈ കറി മസ്റ്റാണ്, കൂട്ടുകറി. അപ്പോൾ നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ. നമ്മളെ കൂട്ടുകറിന്റെ കഷ്ണങ്ങളിൽ ഇവിടെ ഏകദേശം ഒരു വെന്ത് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി വേവാൻ ബാക്കിയുണ്ട് കേട്ടോ. ചേനക്കാണ് കുറച്ച് വേവ് കൂടുതൽ, കായ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി വെന്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങ അരച്ചു കൊടുക്കാം. ഞാനിവിടെ
തേങ്ങയും ജീരകവും എടുത്തു വെച്ചിട്ടുണ്ട്. അരച്ചിട്ട് ഇതാ ഇതുപോലെ ഒരു പൊടി പോലെയാണ് നമ്മൾ അരച്ചെടുക്കാറ് കേട്ടോ. നിങ്ങൾക്ക് കുക്കറിലാണ് വേവിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് കുക്കറിലാണ് കേട്ടോ. ഞാൻ പിന്നെ വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് ഇങ്ങനെ വേവിച്ചതാണ്. കുക്കറിലാണ് ഒറ്റ വിസിലിന് നമുക്ക് ഇത് റെഡിയായി കിട്ടും, വെന്ത് കിട്ടും. കഷ്ണങ്ങളെല്ലാം ഒറ്റ വിസിൽ കൊണ്ട് വെന്ത് കിട്ടും. ഇങ്ങനെയും പെട്ടെന്ന് വേവും. ടൈമുള്ളവർ ഇങ്ങനെ വേവിക്കുക, അല്ലാത്തവര് കുക്കറിൽ. എളുപ്പത്തിലാണെങ്കിൽ നമുക്ക് കടല വേവിച്ച അതേ കുക്കറിൽ തന്നെ നമുക്ക് ചേനയും കായും കൂടിയിട്ടുള്ള ഇട്ടിട്ട് വേവിക്കാം കേട്ടോ. ഇത് കഷ്ണങ്ങൾ വന്നതുകൊണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തേങ്ങയും ജീരകവും അരച്ചു വെച്ചിട്ടില്ലേ, ആ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ പൊടി പൊടി പോലെ ഇതാ ചമ്മന്തിന്റെ എല്ലാം പാകത്തിലാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ആ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. നമുക്ക് എളുപ്പത്തിലെല്ലാം ആക്കണമെങ്കിൽ നമുക്ക് കുക്കറിൽ ഇട്ട് വേവിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഇത് മിക്സ് ആക്കി ഒന്ന് നന്നായി തിള വന്നാല് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വറുത്തിടാം. ഉപ്പും എരിവും എല്ലാം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ നമുക്ക് പൊടിച്ച കുരുമുളക് പൊടി, എരിവും ഇല്ലെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ശ്രദ്ധിച്ചിട്ട് ഇട്ട് കൊടുക്കണേ, അധികം ആകാൻ പാടില്ല ഉപ്പ്. കണ്ട, ഇനി ഇതിന്റെ ശരിക്കുള്ളിനൊരു ടേസ്റ്റ് വരുന്നത് നമുക്കിനി വറുത്തിടുമ്പോഴാണ് കേട്ടോ. നമ്മൾ തേങ്ങ നന്നായിട്ട് ബ്രൗൺ കളർ വരെ വറുത്തിട്ട് ഇടും. അതിൻ്റെ കൂടെ നമ്മൾ കടുകും വറുത്തിടും. കടുകും കറിവേപ്പിലയും ഒരു ഉണക്കമുളകും എല്ലാം കൂടി വറുത്തിട്ടാൽ ആഹാ അടിപൊളി കണ്ണൂർക്കാരുടെ സ്വന്തം കൂട്ടുകറിയായി. കണ്ട, തേങ്ങ വറുത്തിടുമ്പോൾ ഇതിന്റെ കളറ് വേറെ ലെവലിലെത്തും. ഒരു ബ്രൗണിഷ് കളറാവും കേട്ടോ. നന്നായിട്ട് വെളിച്ചെണ്ണ വേണം. സദ്യയിലെല്ലാം നമ്മൾ പോയിട്ട് കഴിക്കുമ്പോൾ കാണലില്ലേ, കൂട്ടുകറിയിൽ നിന്ന് ഇങ്ങനെ വെളിച്ചെണ്ണ ഇങ്ങനെ ഉറ്റും. പക്ഷെ വീട്ടിൽ നിന്ന് നമ്മളാക്കുമ്പം ആ ഒരു ഫോമിൽ വേണ്ട. ഇതാ നമ്മളെ കൂട്ടുകറി ഇവിടെ ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ഞെരടിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ കറിക്ക് വറുത്തിടുമ്പോഴും കറിവേപ്പില ഇട്ട് കൊടുക്കും, എന്നാലും ഇപ്പോഴും ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ അധികം വെള്ളം വറ്റിക്കാൻ നിൽക്കണ്ട, കുറച്ചൊരു പറ്റ വെള്ളം വേണം കേട്ടോ. ഇതാ അപ്പോ ഇത് കടലയും ചേനയും ഇതല്ലല്ലേ, അപ്പോൾ ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഒന്ന് വറ്റും. അപ്പൊ ആ ഒരു വറ്റല് മുന്നിൽ നമ്മൾ കണ്ടിട്ട് വേണം ഗ്യാസ് ഓഫ് ചെയ്യാൻ. ഇപ്പൊ ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുമെന്ന്. നമുക്ക് കറിക്ക് വറുത്തിട്ട് കൊടുക്കാം. ഇത് നമ്മളെ കൂട്ടുകറി ഞാൻ അപ്പുറത്തെ സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ തേങ്ങ വറുത്തിടാനുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും കേട്ടോ. നാടൻ കറികളാകുമ്പോൾ വെളിച്ചെണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണയുടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് തേങ്ങയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം തേങ്ങ വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് വറുത്തിട്ടതിന് ശേഷമാണ് കേട്ടോ കടുക് വറുത്തിടല്. അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഇതിലേക്ക് കടുക് പൊട്ടിച്ചതിന് ശേഷം തേങ്ങ ഇട്ടിട്ട് നമ്മൾ തേങ്ങ മൂത്ത് വരുമ്പോഴേക്കുണ്ടല്ലോ കടുക് വേറൊരു ടേസ്റ്റ് പോലെ നമുക്ക് ഫീൽ ചെയ്യലുണ്ട്. അധികം എല്ലാവരും അങ്ങനെ ചെയ്യില്ല കേട്ടോ, പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്യല്. അപ്പോൾ ഇതൊരു നല്ലൊരു ബ്രൗൺ കളർ വരെ തേങ്ങ നമുക്ക് വറുത്തെടുക്കണം കേട്ടോ. ഈ തേങ്ങ വറുത്തിടുമ്പോഴാണ് ആ കൂട്ടുകറിന്റെ യഥാർത്ഥ ടേസ്റ്റ് വരിക കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. എൻ്റെ ഒരു ഫേവറേറ്റ് കറിയാണ് കേട്ടോ സദ്യയില് കൂട്ടുകറി, അവിയല്. സദ്യ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തന്നെ ഫേവറേറ്റ് ആണല്ലോ അല്ലേ. അപ്പോൾ ഇത് തേങ്ങ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇതാ നമ്മളെ തേങ്ങ ഇവിടെ നന്നായിട്ടൊരു ഗോൾഡൻ കളറായിട്ടുണ്ട് കണ്ടോ. അധികം കരിഞ്ഞു പോകണ്ട കേട്ടാ. ഇനി നമുക്കിത് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. കൂട്ടുകറിയിലേക്ക് ഈ തേങ്ങ വറുത്തത് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് കടുക് വറുത്തിടാം. ഈ ഒരു പാകത്തില് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. വറുത്ത തേങ്ങ നമുക്കിനി കൂട്ടുകറിയിലേക്ക് ഇട്ട് കൊടുക്കാം.
എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വറുത്ത തേങ്ങ എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ആദ്യം മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അതിനുശേഷം നമുക്ക് കടുക് വറുത്തിടാം കേട്ടോ. ഞാൻ ഇങ്ങനെ ചെയ്യല്. ചില ആൾക്കാർ കടുകും എല്ലാം ഒരുമിച്ച് ഇട്ടിട്ട് വറുത്തിട്ട് കൊടുക്കും കേട്ടോ. എന്താ അതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുത്തിട്ട് കൊടുക്കാം. നമ്മൾ തേങ്ങ വറുത്ത അതേ സെയിം പാത്രത്തിൽ തന്നെ നമുക്ക് കടുകും വറുത്തിടാം. നമ്മൾ നേരത്തെ തേങ്ങ വറുത്ത സെയിം പാത്രം തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയുടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമ്മൾ വറ്റൽമുളക് മുറിച്ചിട്ടതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് കൂട്ടുകറിയിലേക്ക് വറുത്തിടാം. നമുക്കിനി കടുക് വറുത്തിടാം. അയ്യ നല്ല മണമില്ലേ, നല്ല ടേസ്റ്റി ആൻഡ് യമ്മി ആയിട്ടുള്ള ഒരു കൂട്ടുകറിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്തിട്ട് പറയണം കേട്ടോ. ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവും. ഉണ്ടാവും കറക്റ്റായിട്ട്. അധികം വെള്ളമില്ല, എന്നാൽ കഷ്ണങ്ങളൊന്നും അധികം ഉടഞ്ഞും പോയിട്ടില്ല. കണ്ടോ, നല്ല കൂട്ടുകറിയല്ലേ? ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ഞാൻ ടേസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് പിന്നൊരു ദിവസം കാണാം. അപ്പോൾ ഓക്കെ, ബൈ.